لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വതത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എപ്പോഴും അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവനാകണം. പ്രതീക്ഷ എന്നുള്ളത് ഒരു വിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അമല, ഒരു ഇബാദത്താണ്. റജാ. മുഅ്മിൻ എപ്പോഴും അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റഹ്മത്തിനെയും പ്രതീക്ഷിക്കുന്ന ആളാണ്. പ്രതീക്ഷയോടുകൂടിയാകണം നാം എന്നും ജീവിക്കേണ്ടത്. ഉലമാക്കൾ ഇബാദത്തിന് 3 റുക്നുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 3 കാര്യങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമേ ഒരു ഇബാദത്ത് പൂർണ്ണമാകൂ എന്നാണ് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന് റജാ, പ്രതീക്ഷയാണ്. മറ്റൊന്ന് ഖൗഫാണ്, പേടിയാണ്. മൂന്നാമത്തേത് മഹബ്ബത്താണ്, സ്നേഹം. ഇത് 3ഉം ഉണ്ടാകണം ഒരു വിശ്വാസിയുടെ കർമ്മങ്ങളിൽ എന്നാണ്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഈ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കും, ഇതിന് അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയുണ്ടാകണം. അതേപോലെ തന്നെ എന്റെ കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ച, പോരായ്മകൾ അല്ലാഹു പിടിക്കുമോ, അല്ലെങ്കിൽ അല്ലാഹു കൽപ്പിച്ച പ്രകാരം എനിക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അക്കാരണത്താൽ അല്ലാഹുവിന്റെ കോപത്തിനും ശിക്ഷയ്ക്കും ഞാൻ അർഹനാകുമോ എന്ന പേടിയും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ ഇബാദത്ത്, ഈ കർമ്മം ചെയ്യാൻ കൽപ്പിച്ച അല്ലാഹുവിനോട് ഏറെ സ്നേഹമുണ്ടാകണം. അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറെ സ്നേഹമുണ്ടാകണം. ആ ചെയ്യുന്ന അമലിനോട് ഏറെ സ്നേഹമുണ്ടാകണം. ഇഷ്ടത്തോടെ സ്നേഹത്തോടെയാകണം ആ അമല് ചെയ്യേണ്ടത്. ചെയ്യുന്ന അല്ലാഹുവിന് അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടിയാകണം ഈ അമൽ അല്ലാഹുവിന് നാം ചെയ്യേണ്ടത്. ഇങ്ങനെയാകണം നമ്മുടെ ഓരോ അമലുകളും, ഓരോ ഇബാദത്തുകളും. ഇതിൽ പ്രതീക്ഷ വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ്.
നാം ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ കൈവിടരുത്. വിശ്വാസി ഒരിക്കലും നിരാശനാകാൻ പാടില്ല. വിശ്വാസിയുടെ നിരാശ ശൈത്താന് സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാകണം എപ്പോഴും നാം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരും എന്ന പ്രതീക്ഷയിലാകണം നമ്മൾ കഴിഞ്ഞുകൂടേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം. ഖുദ്സിയായ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വാചകങ്ങൾ പറയുന്നത്. പക്ഷെ റസൂൽ എന്ത് പറയും? അല്ലാഹ് പറഞ്ഞു എന്ന് പറയും. ഖുർആൻ അല്ലാത്ത അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറയുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ആദം സന്തതികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യബ്ന ആദം, ഓ ആദം സന്തതി, ഓ ആദമിന്റെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക. നീ എന്നോട് ദുആ ചെയ്യുമ്പോഴെല്ലാം, നീ എന്നിൽ പ്രതീക്ഷ വെക്കുമ്പോഴെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരും ഇനിയിലുണ്ടായ എല്ലാ പാപങ്ങളും. അടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹു എന്റെ പാപം നീ പുറത്തു തരണേ. അതോടൊപ്പം തന്നെ അള്ളാഹു പുറത്തു തരുമെന്ന പ്രതീക്ഷ, ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ, അള്ളാഹു എന്നെ കൈവിടുകയില്ല എന്നുള്ള പ്രതീക്ഷ. അതുള്ളിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടായ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ പ്രതീക്ഷ ഒരിക്കലും നമ്മൾ കൈവിടരുത്. അല്ലാഹു പറഞ്ഞു, നീ ആകാശം മുട്ടെ പാപങ്ങളുമായിട്ടാണ് എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ നീ എനിക്കൊരു വിഷയമേ അല്ല, ഞാൻ നിനക്ക് നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തരും നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ് എങ്കിൽ. അള്ളാഹു അടിമകളോട് പറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആകാശം മുട്ടെ പാപങ്ങളുമായിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ എനിക്കൊരു വിഷയമേ അല്ല, വലാ ഉബാലി, എനിക്കൊരു വിഷയമേ അല്ല നിനക്ക് പുറത്തു തരാൻ നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാണ് വേണ്ടത്. അള്ളാഹു നീ എനിക്ക് പുറത്തു തരണേ എന്ന് അള്ളാഹിനോട് പറയാൻ അള്ളാഹ് ആഗ്രഹിക്കാം. അള്ളാഹ് പറയാ, നിങ്ങൾ എങ്ങാനും തെറ്റ് ചെയ്തിട്ട് എന്നിട്ട് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല എങ്കിൽ തെറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരും നിങ്ങൾ നശിപ്പിച്ചിട്ട്. എന്നിട്ട് ആ സമൂഹം തെറ്റ് ചെയ്യും, അവർ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. അള്ളാഹ് പുറത്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കാണ് ഇഷ്ടമില്ലാത്തത് പുറത്തു കൊടുക്കാൻ. നമ്മൾ എങ്ങനെയെങ്കിലും അയാളെ കുറ്റക്കാരനാക്കിയിട്ട് അകറ്റാനാണ് ശ്രമിക്കുക. അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു റഹ്മത്തുള്ള ആളാണ്. അള്ളാഹു അടിമകളോട് ഏറെ കൃപയുള്ളവനാണ്. അടിമ അള്ളാഹുവിലേക്ക് വരാൻ അന്ന് ആഗ്രഹിക്കുകയാണ്. അന്ന് പുറത്തു കൊടുക്കും. നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ എനിക്ക് പുറത്തു തരും. അല്ലാഹു പറഞ്ഞു, യബ്ന ആദം, ഓ ആദം സന്തതി, നീ എന്റെ അടുക്കലേക്ക് വരികയാണ് എങ്കിൽ, നീ എന്നെ കണ്ടുമുട്ടുമ്പോൾ ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ, നീ എന്നെ കണ്ടുമുട്ടുന്ന സമയത്ത് നീ ശിർക്ക് ചെയ്യാതെ മുവഹിദായിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ, ഭൂമി നിറയെ മഗ്ഫിറത്തുമായി ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു പറയാ, സഹിയായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് നമ്മോട് പറഞ്ഞതായിട്ട് പറയാം, ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് നീ എന്റെ അടുക്കിലേക്ക് വരുന്നത് എങ്കിൽ, നീ എന്നെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നീ മുവഹിദാണ് എങ്കിൽ, നീ ശിർക്ക് ചെയ്യാതെയാണ് എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ എനിക്ക് വിഷയമല്ല, ഭൂമി നിറയെ മഗ്ഫിറത്തുമായി ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നതാണ്. അത് പ്രിയമുള്ളവരെ, ഒരിക്കലും അള്ളാഹുവിൽ പ്രതീക്ഷ കൈവിടരുത്. അള്ളാഹു കൂലി തരുമെന്ന വിഷയത്തിൽ പ്രതീക്ഷ കൈവിടരുത്. അള്ളാഹു കൂടെ ഉണ്ടെന്ന വിഷയത്തിലുള്ള പ്രതീക്ഷ കൈവിടരുത്. അള്ളാഹു പുറത്തു തരുമെന്ന വിഷയത്തിലുള്ള പ്രതീക്ഷ കൈവിടരുത്. ഈ പ്രതീക്ഷയും കൊണ്ടാകണം നാം മുന്നോട്ട് പോകേണ്ടത്. ഈ പ്രതീക്ഷയാകണം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിത്യജീവിതത്തിൽ അള്ളാഹുവിനുള്ള പ്രതീക്ഷയാകണം നമ്മെ മുന്നോട്ട് നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തഖിയസു മിൻ റൗഹില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നഹു ലാ യഖിയസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നവർ കാഫിറുകളായ ജനതകൾ മാത്രമാണ് എന്ന്. കാഫിറുകളാണ് നിരാശപ്പെടാർ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവർ വിദൂരത്താണ്. അതുകൊണ്ട് അവർ നിരാശയിലാണ്.
മുഅ്മിനീങ്ങൾ ഒരിക്കലും നിരാശപ്പെടുകയില്ല. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, ഓ എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാൻ വേണ്ടി അല്ലാഹു പറയാൻ, യാ ഇബാദി ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടേണ്ട. എങ്ങനെയാണ് അടിമകളോട് പറയുന്നത്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം കാണിച്ച, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയ അടിമകളെ വിളിച്ചിട്ട് പറയാൻ അല്ലാഹു പറയാൻ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നഹു യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും, എല്ലാ പാപവും അല്ലാഹു പുറത്തു തരും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഒരു മുഅ്മിന് നിരാശപ്പെടേണ്ടതേ ഇല്ല. കൃത്യമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന, ദിക്ർ ദുആകൾ ചെയ്യുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, തൗഹീദിലായി അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മുവഹിദിന്, ഒരു മുഅ്മിനിനെ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രതീക്ഷയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നീ എന്നെ കണ്ടുമുട്ടുമ്പോൾ ഭൂമി നിറയെ പാപങ്ങളുമായാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞിട്ടൊരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നീ എന്നെ കണ്ടുമുട്ടേണ്ടത്? ശിർക്ക് ചെയ്യാതെയാകണം. ശിർക്ക് ചെയ്യാതെയാകണം. നീ മുവഹിദായിട്ടാകണം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണ് എങ്കിൽ, ദർഗയിൽ പോകുന്നവനാണ് എങ്കിൽ, മരിച്ചവരെ വിളിച്ച് സഹായം തേടുന്നവനാണ് എങ്കിൽ, ഈ പറയപ്പെട്ട ഓഫറുകളൊന്നും അവനില്ല, അവന് മഗ്ഫിറത്തേ ഇല്ല. ദർഗയിൽ പോകുന്ന ഒരാളാണ് എങ്കിൽ, ദർഗയിൽ ഉറൂസ് നടത്തുന്ന ഒരാളാണ് എങ്കിൽ, മരിച്ചുപോയവരെ വിളിച്ച് ഇസ്തിഗാസ തവസ്സുൽ ചെയ്യുന്ന ആളാണ് എങ്കിൽ, പോലുള്ള മരിച്ചവരോട് അല്ലാഹു നൽകേണ്ട ഇബാദത്തുകൾ മരിച്ചവർക്ക് നൽകുന്നവനാണ് എങ്കിൽ, ഈ പറയപ്പെട്ടതൊന്നും അവന് ബാധകമല്ല. കാരണം അല്ലാഹു അത് പുറത്തു കൊടുക്കുകയില്ല, മരിച്ചാലും പുറത്തു കൊടുക്കില്ല. എന്നാൽ തൗഹീദുള്ളവനാണോ അല്ലാഹു പുറത്തു കൊടുക്കാൻ അല്ലാഹുവിന് യാതൊരു വിഷയവുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. ഇബ്നു ജുദ്ആൻ, അയാൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത ആളാണ്. അയാൾ ഭക്ഷമിക്കുന്ന ആളാണ്. അയാൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. അയാൾ ഇന്ന അമലുകളെല്ലാം ചെയ്യുന്ന ആളാണ്. അയാൾക്ക് ഈ അമലുകളിൽ എന്തെങ്കിലും നാളെ പരലോകത്ത് ഉപകാരപ്പെടുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും റബ്ബിഗ്ഫിർലി എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടില്ല. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തവനായി മുവഹിദായി അയാൾ വന്നിട്ടില്ല. തൗഹീദിലല്ല അയാൾ. അതുകൊണ്ട് തന്നെ അയാൾ ഒരു സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു കാറ്റിൽ പറത്തിക്കളയും. ഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബഅൻ മൻസൂറാ. തൗഹീദില്ലാത്ത, ഈമാനില്ലാത്ത ആൾക്കാരുടെ കർമ്മങ്ങൾ അത് എത്രയായാലും ശരി, അത് എത്ര നിസ്കാരമായാലും ശരി, സകാത്തായാലും ശരി, ഹജ്ജായാലും ശരി, അല്ലാഹു കാറ്റിൽ പറത്തിക്കളയും. ദർഗയിൽ പോകുന്ന ആളാണ്, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് എങ്കിൽ അവന്റെ കർമ്മങ്ങളെല്ലാം അല്ലാഹു കാറ്റിൽ പറത്തിക്കളയും. അദീബിന് ഹാതിം റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രവാചകരെ, എന്റെ ഉപ്പ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. എന്റെ ഉപ്പ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്ന ആളാണ്, ഫുഡ് കൊടുക്കുന്ന ആളാണ്, ഇന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. എന്റെ ഉപ്പ നാളെ എവിടെയായിരിക്കും? അബൂക ഫിന്നാർ, എന്റെ ഉപ്പ നരകത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? തൗഹീദില്ല. സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ തൗഹീദ് നിബന്ധനയാണ്. അത് അല്ലാഹു എപ്പോഴും ശ്രദ്ധിക്കും. തൗഹീദുള്ളവരുടെ കർമ്മങ്ങൾ, അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹുവിന് അത് വിഷയമുള്ള കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഞാൻ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്നും, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അബ്ദും അല്ലാഹുവിന്റെ റസൂലും, അല്ലാഹു മറിയമിൽ നിക്ഷേപിച്ച അല്ലാഹുവിന്റെ വചനവും അല്ലാഹുവിന്റെ റൂഹുകളിൽ നിന്നുള്ള ഒരു റൂഹുമാണ് എന്ന് വിശ്വസിച്ചാൽ, സാക്ഷ്യം വഹിച്ചാൽ, സ്വർഗവും നരകവും സത്യമാണ് എന്ന് സാക്ഷ്യം വഹിച്ചാൽ അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്, അവന്റെ കർമ്മങ്ങൾ എന്തുമാകട്ടെ. ഈമാൻ സഹീഹായാൽ
അവന്റെ കർമ്മങ്ങളിൽ വന്നു പോകുന്ന പാകപ്പിഴവുകൾ പുറത്തു കൊടുക്കാൻ അള്ളാഹ്ക്ക് വിഷയമല്ല എന്ന് അള്ളാഹ് പുറത്തു കൊടുക്കും. നാളെ പരലോകത്ത് ഒരടിമയെ കൊണ്ടുവരും. ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്ത അടിമയാണ് അയാൾ. അയാളുടെ പാപകർമ്മങ്ങളുടെ ലിസ്റ്റ് അയാളുടെ മുന്നിൽ വെക്കും. 99 രേഖകൾ ഉണ്ടാകും. അയാളുടെ പാപകർമ്മങ്ങൾ രേഖപ്പെടുത്തിയ രജിസ്റ്റർ ബുക്ക് കണ്ണെത്താ ദൂരത്ത് അയാളുടെ മുമ്പിൽ വെക്കപ്പെടും. എന്നിട്ട് അള്ളാഹു ആ അടിമയെ വിളിച്ചിട്ട് ചോദിക്കും, നീ ചെയ്ത പാപങ്ങളല്ലേ ഇതെല്ലാം? അയാൾ പറയുമ്പോ, അള്ളാഹു അതെ, ഇതൊക്കെ ഞാൻ ചെയ്ത പാപങ്ങളാണ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല റബ്ബേ, ഇതൊക്കെ ഞാൻ ചെയ്ത പാപങ്ങൾ തന്നെയാണ്. അള്ളാഹു പറയും, നീ നിരാശപ്പെടേണ്ട, ഇന്ന് അനീതി കാണിക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വ്യക്തി അവിടെ ഇരുന്നു അദ്ദേഹത്തിന്റെ പാപങ്ങൾ കണ്ടിട്ട്, പാപങ്ങൾ ചെയ്ത രേഖകളുടെ രജിസ്റ്റർ ബുക്ക് കണ്ടിട്ട് അവിടെ ഇരുന്ന് കളഞ്ഞു. അള്ളാഹ് പറഞ്ഞു, നീ ഇന്ന് അക്രമം കാണിക്കപ്പെടുകയില്ല. അങ്ങനെ ഒരു കാർഡ് കൊണ്ടുവരപ്പെടും. ആ കാർഡ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയിട്ടുണ്ടാകും. ഈ കാർഡ് കാണിക്കുമ്പോൾ അയാൾ പറയും, അല്ലാഹുവേ, 99 രജിസ്റ്റർ ബുക്ക് കണ്ണെത്താ ദൂരത്തിന്റെ പാപങ്ങളുടെ രജിസ്റ്റർ ബുക്കുകൾ മുമ്പിലുണ്ടായിരിക്കെ ഈ കാർഡ് കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടാകാനാ? അല്ലാഹു പറയും, ഇന്നേ ദിവസം നീ അക്രമം കാണിക്കപ്പെടുകയില്ല, നീതിപരമായ തീരുമാനമേ ഇന്നുണ്ടാവുള്ളൂ. അല്ലാഹു മലക്കളെ വിളിച്ചിട്ട് ഇയാൾ ചെയ്ത പാപങ്ങളുടെ രജിസ്റ്റർ ബുക്കുകളെല്ലാം ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കാൻ പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതപ്പെട്ട ആ കാർഡ് മറ്റേ തട്ടിലും വെക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെഴുതിയ കാർഡിന്റെ കനം തൂങ്ങും. അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കും. അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കും. അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കാം. കണ്ണെത്താ ദൂരത്ത് പാപങ്ങൾ ചെയ്ത രജിസ്റ്റർ ബുക്ക് ഉണ്ടായ ആൾക്ക് പാപങ്ങളാണ് ചെയ്തത് പുറത്തു കൊടുത്തു. 2 വ്യക്തികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 വ്യക്തികളെ അല്ലാഹു വിചാരണ ചെയ്യും. ആ 2 വ്യക്തികളും നരകത്തിന് അർഹരായ കർമ്മങ്ങൾ ചെയ്തവരാണ്. അവർ 2 പേരോടും അല്ലാഹു നരകത്തിലേക്ക് പോകാൻ വേണ്ടി പറയും. 2 പേരും നരകത്തിലേക്ക് പോകും. പോകുന്ന വഴിയിൽ വെച്ച് ഒരാൾ തിരിഞ്ഞു നോക്കും അല്ലാഹുവിനോട്, അല്ലാഹുവിലേക്ക്. അല്ലാഹുവിന് എന്തു പറ്റിയെന്ന്. അപ്പോൾ ആ വ്യക്തി പറയും, അല്ലാഹുവേ, ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ നരകത്തിൽ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന്. ഞാൻ സ്വർഗത്തിന്റെ ആളാണെന്ന് ഞാൻ വിചാരിച്ചത് എന്നർത്ഥം. അല്ലാഹു പറയുന്നത്, ഇവിടെ വാ, നീ സ്വർഗത്തിൽ പോ. നരകത്തിലേക്ക് നടന്നു പോകുന്ന വ്യക്തിയെ തിരിച്ചു വിളിച്ച് സ്വർഗത്തിലേക്ക് പോ എന്ന് അല്ലാഹു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, തൗഹീദ് ഉണ്ടെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് അല്ലാഹുവിന്റെ വിഷയമേ അല്ല. അല്ലാഹുവേ, ഞാൻ തൗബ ചെയ്തു, നീ എനിക്ക് പുറത്തു താ അല്ലാഹ് എന്ന് തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറായ അടിമയെ അല്ലാഹു ഒരിക്കലും അകറ്റുകയില്ല, ഒരിക്കലും അകറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ കൈ നീട്ടും. പകൽ പാപം ചെയ്ത ഏതെങ്കിലും പാപി രാത്രിയിൽ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാപിയുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു പകലിൽ കൈ നീട്ടും. രാത്രി പാപം ചെയ്ത ഏതെങ്കിലും പാപി പകലിൽ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ തൗബ സ്വീകരിക്കാൻ എന്ന് അല്ലാഹു അടിമകളുടെ തൗബ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു എന്ന്. അല്ലാഹുവിന്റെ ഒരു അടിമ തൗബ ചെയ്യാന്നുള്ളത് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു വ്യക്തി 99 പേരെ കൊന്നു. 99 പേരെ കൊന്നിട്ട് അയാൾക്ക് തൗബ ചെയ്യണം. ഖേദമായി അയാൾ നടന്നൊരാളെ പോയി ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്ന വ്യക്തിയാണ്, എനിക്ക് തൗബയുണ്ടോ എന്ന്. അയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് തൗബയില്ല, 99 പേരെ കൊന്ന് എനിക്ക് തൗബയാണ് ഇല്ലാന്ന് പറഞ്ഞു. അയാളെ കൊന്ന് 100 പൂർത്തിയാക്കി. അങ്ങനെ 100 പേരെയും കൊന്ന വ്യക്തി ഒരു പണ്ഡിതടുത്ത് പോയി ചോദിക്കും, ഞാൻ 100 പേരെ കൊന്ന വ്യക്തിയാണ്, എനിക്ക് തൗബയുണ്ടോ? ആ വ്യക്തി പറയും, എനിക്ക് തൗബയുണ്ട്, നീ ഇന്ന നാട്ടിലേക്ക് പോകണം, ഈ നാട്ടിൽ ഇരിക്കരുത്, ഇന്ന നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ തൗബയും ചെയ്തുകൊണ്ട് ആ നാട്ടിലേക്ക് നല്ലവനായി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച വ്യക്തി നടന്നു പോവുകയാണ്. പോകുന്ന വഴി മധ്യേ ആ വ്യക്തി മരണപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വ്യക്തിയുടെ റൂഹിനെ സ്വീകരിക്കാൻ റഹ്മത്തിന്റെയും അദാബിന്റെയും മലക്കുകൾ വന്നു. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇയാൾ 100 പേരെ കൊന്ന വ്യക്തിയാണ്, ഇയാൾ നരകത്തിന് അർഹനാണ്, നമുക്ക് വേണം ഇയാളെ. അപ്പോൾ റഹ്മത്തിന്റെ മലക്ക് പറഞ്ഞു, ഇയാൾ 100 പേരെ കൊന്നിട്ട് തൗബ ചെയ്യാൻ വേണ്ടി മടങ്ങി വന്ന ആളാണ്, ഇയാൾ പാശ്ചാത്താപിച്ച് മടങ്ങി വന്ന ആളാണ്, ഇയാൾ സ്വർഗത്തിന്റെ അർഹനാണ്, ഇയാൾ നമുക്ക് വേണം. അദാബിന്റെയും റഹ്മത്തിന്റെയും മലക്കുകൾ തർക്കത്തിലായി.
ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇറങ്ങി വന്നു. ജിബ്രീൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇയാൾ നടന്നു വന്ന നാട് മുതൽ ഈ നാട് വരെയും, ഈ മരിച്ചു കിടക്കുന്ന സ്ഥലം വരെയും, മരിച്ചു കിടക്കുന്ന സ്ഥലം മുതൽ ഇയാൾ ഏതൊരു നാട്ടിലേക്കാണോ നടന്നു പോകാൻ ഉദ്ദേശിച്ചത് ആ നാട്ടിലേക്കുള്ള അളവ് അളന്നു നോക്കുക. എത്ര ചാണുണ്ടെന്ന് അളന്നു നോക്കുക. അങ്ങനെ മലക്കുകൾ അളന്നു. ഇയാൾ കൊന്ന 100 പേരെ കൊന്ന നാട് മുതൽ ഈ മരിച്ച നാട് വരെയുള്ള അളവിനേക്കാൾ ഒരു ചാൺ അധികം ഇയാൾ മരിച്ചത് മുതൽ തൗബ ചെയ്യാൻ ഉദ്ദേശിച്ചു പോയ നാട് വരെ ഒരു ചാൺ അധികം, ഒരു ചാൺ അധികത്തിന്റെ പേരിൽ റഹ്മത്തിന്റെ മലക്കയാളെ കൊണ്ടുപോയി. 100 പേരെ കൊന്ന വ്യക്തിക്ക് അയാളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു. ഒരു ചാൺ അധികത്തിൽ അയാൾ സ്വർഗത്തിന്റെ അയൽക്കാരനായി മാറുകയാണ്. ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുപാട് പാപങ്ങൾ ചെയ്തു, പാപങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചൊരു വ്യക്തി. ആ വ്യക്തി മരിക്കാൻ നേരത്ത് മക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരുപാട് ഹറാമുകൾ ചെയ്ത ആളാണ് ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ കത്തിച്ചു കളയണം. കത്തിച്ചിട്ട് എന്റെ കത്തിച്ചു കഴിഞ്ഞ ആ വെണ്ണീരെടുത്തിട്ട് നിങ്ങൾ കുറച്ച് കടലിൽ കൊണ്ടിടണം, കുറച്ച് കാറ്റിൽ പറത്തി കളയണം. എന്റെ അള്ളാഹ് എന്നെ കിട്ടരുത്. എന്റെ അള്ളാഹ് എന്നെ കിട്ടിയാൽ ലോകത്താരെയും ശിക്ഷിക്കാത്ത രീതിയിൽ എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കും. അത്രമാത്രം ഹറാമ് ചെയ്ത ആളാണ് ഞാനെന്ന്. അതുകൊണ്ട് എന്റെ അള്ളാഹ് എന്നെ കിട്ടരുത്. അള്ളാന്റെ കുദ്റത്തിനാണ് നിഷേധിച്ചു. മരിക്കാൻ നേരത്ത് അറിവില്ലായ്മ കാരണത്താൽ ജാഹിൽ എന്നതിനാൽ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ കുദ്റത്തിനെ നിഷേധിക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഹറാമ് ചെയ്ത ആൾ മരിക്കാൻ നേരത്ത് മക്കളോട് പറഞ്ഞു, മക്കളും അതേപോലെ ചെയ്തു, ഉപ്പ പറഞ്ഞതുപോലെ ചെയ്തു. മരിച്ചതിന് ശേഷം ആളെ കരിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. എന്റെ അദ്ദേഹത്തിന്റെ ഭസ്മം എടുത്തിട്ട് കുറച്ച് കടലിൽ കൊണ്ടിട്ടു, ബാക്കി കുറച്ചുള്ളത് കാറ്റിൽ പറത്തി കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിനോട് പറഞ്ഞു, കടലേ, ആ വ്യക്തിയുടെ വെണ്ണീരെല്ലാം ഒരുമിച്ച് കൂട്ട്. അല്ലാഹു ഭൂമിയോട് പറഞ്ഞു, ഭൂമി, ആ വ്യക്തിയുടെ വെണ്ണീരെല്ലാം ഒരുമിച്ച് കൂട്ട്. കടലും ഭൂമിയും അദ്ദേഹത്തിന്റെ വെണ്ണീരെല്ലാം ഒരുമിച്ച് കൂട്ടി. അപ്പോഴതാ അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്നു. അള്ളാഹു ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ആ വ്യക്തി പറഞ്ഞു, അള്ളാഹുവേ, നിന്നെ പേടിച്ചിട്ടാണ്, നീ ശിക്ഷിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന്. അള്ളാഹു പറഞ്ഞു, ഗഫർതു ലക, എനിക്ക് പുറത്തു തന്നു. ജീവിതകാലം മുഴുവനും പാപം ചെയ്ത ആ വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. മരിക്കാൻ നേരത്തെ അറിവില്ലായ്മ കാരണത്താൽ കുഫ്റിൽ വാക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത്. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ നിഷേധിച്ചിട്ടാണ് മരിച്ചത്. പറഞ്ഞു, അദ്ദേഹം മുസ്ലിമായിരുന്നു, പക്ഷെ അള്ളാഹുവിന് ഖുദ്റത്തില്ല എന്നുള്ള അറിവില്ലായിരുന്നു. അതുകൊണ്ട് അള്ളാഹു പുറത്തു കൊടുത്തു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ കാണാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വിശാലമാണ്. ആർക്കും വിധി പറയണ്ട. തൗഹീദുള്ള ആളാണോ, മുവഹിദാണോ, അള്ളാഹു പുറത്തു കൊടുക്കാൻ അള്ളാഹുവിന് ഒരു വിഷയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കും വിധി പറയാൻ നിൽക്കേണ്ട, ആരെയും നരകത്തിന്റെ ആൾക്കാരാക്കി അയക്കേണ്ട ആവശ്യമില്ല. തൗഹീദുള്ള ആളാണ് എങ്കിൽ, മുവഹിദാണ് എങ്കിൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളും അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്ന ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതാണ് കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ളവർക്ക്, ഈമാനുള്ളവർക്ക് പുറത്തു കൊടുക്കും. അവരുടെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും. നമ്മൾ പലപ്പോഴായി പല ഹുതുബകളിലും പറഞ്ഞതുപോലെ പല നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നതാണ്. ഒരിക്കൽ ഒരു സഹാബി അദ്ദേഹത്തിന്റെ കച്ചവട കടയിലേക്ക് ഒരു സ്ത്രീ സാധനം വാങ്ങാൻ വേണ്ടി വന്നു. ആ വ്യക്തിയും ആ സ്ത്രീയും ഒറ്റക്കായപ്പോൾ അവിടെ പാടില്ലാത്ത ചില സംഭവങ്ങൾ നടന്നു. സഹാബിക്ക്
ചെയ്തതിനു ശേഷം സങ്കടമായി ഖേദമായി ഉടനെ ഓടി വന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു, പ്രവാചകരെ, ഞാനും ഒരു സ്ത്രീയും ഒറ്റക്കായി, ജിമാ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തു അവളുമായി. എന്താണ് പ്രവാചകരെ വിധി എന്ന്? റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു, സഹാബാക്കൾക്കും ദേഷ്യം വന്നു. ചില സഹാബാക്കൾ പറഞ്ഞു, എന്തിനാണ് ഞാൻ ഇത് വന്ന് പറഞ്ഞത്? അയാൾക്ക് മിണ്ടാണ്ടിരുന്നാ പോരായിരുന്നോ? ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു, എന്തിനാണ് ഇത് വന്ന് റസൂലുള്ളാഹിയോട് ഒന്ന് പറഞ്ഞത്? അയാൾക്ക് മിണ്ടാണ്ടിരുന്നാ പോരായിരുന്നോ? റസൂലുള്ളാഹിന്റെ മുഖം മാറി. പ്രവാചകരെ, ഫഅൽതു ബിഹാ മാ ഫഅൽതു ഇല്ല ജിമാ, ജിമാ ഒഴികെ ബാക്കിയെല്ലാം അവളുമായി ഞാൻ ചെയ്തു പ്രവാചകരെ എന്ന വ്യക്തി ഒന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്തോതി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്നു. അഖിമിസ്സലാത തറഫൈ നഹാർ വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാത് യുദ്ഹിബുന സയ്യിആത്. നിങ്ങൾ പകലിന്റെ അഖിമിസ്സലാത തറഫൈ നഹാർ, പകലിന്റെ രണ്ടറ്റങ്ങളിൽ നിസ്കരിക്കുക. ഫജ്റും ളുഹറും അസ്റുമാണ് അതുകൊണ്ട് ഉദ്ദേശം. വസുലഫൻ മിനൽ ലൈൽ, രാത്രിയുടെ ആദ്യയാമങ്ങളിലും മഗ്രിബും ഇശാഉമാണ് അതുകൊണ്ട് ഉദ്ദേശം. 5 വക്ത് നിസ്കാരം കൃത്യമായി നിങ്ങൾ നിർവഹിക്കുക. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്, തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ് എന്ന് ആയത്തോതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ പാപം ചെയ്ത വ്യക്തി സഹാബി ചോദിച്ചു, പ്രവാചകരെ, ഇത് എനിക്ക് മാത്രമുള്ള ആയത്താണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, എന്റെ ഉമ്മത്തിന് മുഴുവനുമുള്ള ആയത്താണ് ഇത്. അതേപോലെ പ്രിയമുള്ളവരെ, സൽക്കർമ്മങ്ങൾ നമ്മുടെ ദുഷ്കർമ്മങ്ങളെ മായ്ച്ചു കളയും. എന്നാൽ ശ്രദ്ധിക്കേണ്ട വിഷയം, സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ മായ്ച്ചു കളയും എന്നുള്ളത് ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള അഡ്രസ് അല്ല, പാപങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പാപം ചെയ്യാൻ ഹലാലാക്കിയവൻ കാഫിറ. പല കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ കാരണത്താൽ പലരും നരകത്തിൽ പോയിട്ടുണ്ട്. സ്വർഗത്തിൽ കിടക്കാൻ സൽക്കർമ്മങ്ങൾ കാരണമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റുക. നിങ്ങൾ ചെയ്തതിന് കാരണത്താൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അല്ലാഹു പറയുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗത്ത് നിന്ന് ദുഷ്കർമ്മങ്ങൾ, പാപങ്ങൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്യണം. തൗഹീദുള്ള ഈമാനുള്ളവരായി സൽക്കർമ്മങ്ങൾ ചെയ്തവരായി മരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, മരണനേരത്ത് എങ്ങനെയാണ് നമ്മൾ മരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനമുള്ള വിഷയം. അതുകൊണ്ട് തന്നെ പാപം ചെയ്തവനായി മരിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഈമാനുള്ളവനായി, തൗഹീദുള്ളവനായി, സൽക്കർമ്മങ്ങളിൽ നിരതനായി ജീവിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കർമ്മങ്ങൾ എണ്ണീട്ട് പറഞ്ഞു. ഈ കർമ്മങ്ങളെല്ലാം സ്വർഗത്തിൽ കടക്കാൻ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമായ കർമ്മങ്ങളാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരുപാട് കർമ്മങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു, ഇതെല്ലാം നരകത്തിലേക്ക് കടത്തുന്ന കർമ്മങ്ങളാണ്, പാപകർമ്മങ്ങളാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന ദുർവാശിയിൽ ഹറാമുകൾ ചെയ്താൽ ചിലപ്പോൾ ഈമാൻ തന്നെ ബാത്തിലായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാപകർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം, സൽക്കർമ്മങ്ങളിൽ നിരതരാകണം. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കണം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. എപ്പോഴും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാകണം. മരിക്കുന്ന സമയം ഈമാനോടെ മരിക്കാൻ തയ്യാറാകണം, സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇഷ്ടകാല ജീവിതം അല്ലാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രിയമുള്ളവരെ, രോഗിയായ ഒരു വ്യക്തി നമ്മളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി ശിഫയാക്കുകയും പൂർണ്ണ ആരോഗ്യം നൽകുകയും ആരോഗ്യം ദീനിന് വേണ്ടി ചെലവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ദുആയിൽ അദ്ദേഹത്തെ ഓർമ്മിക്കണം, അദ്ദേഹത്തിനോട് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കുകയും പൂർണ്ണ ആരോഗ്യം നൽകി ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين.